ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ടൂന വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 ടിന്ന് ടൂന എടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 2 ചെറിയ സവാള ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് കിട്ടും. ഇപ്പോൾ ദാ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം. വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അപ്പം പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് കിട്ടും. ഇപ്പോൾ തക്കാളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനു വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുക്കണുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മസാലപ്പൊടികളുടെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഈ ടൂനയുടെ ടിന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ വെള്ളമുള്ള സമയത്ത് ആണ് അതിലേക്ക് ഈ ടൂന ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൽ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. പിന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ദാ ഈ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. ഇതിൽ കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം കുറച്ച് ഒഴിക്കുമ്പോഴാണ് ഈ ഒരു ടൂനയുടെ നല്ല ടേസ്റ്റ് കിട്ടുക. ഇതുപോലെ ടൂന റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡിൻ്റെ കൂടെ സാൻഡ്വിച്ച് ആക്കിയിട്ട് കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഇപ്പോൾ ദാ ഇതിലുള്ള വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ക്യാപ്സിക്കം ഞാൻ ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ക്യാപ്സിക്കം അധികം വെന്ത് പോവരുത്. അപ്പോൾ ദാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചുകൂടെ വെള്ളം വറ്റിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഒന്നും കൂടെ വറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ദാ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം, ഇൻഷാ അല്ലാഹ്.